പ്രിയപ്പെട്ടവരെ, മനുഷ്യരാശിയുടെ ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും സാന്ത്വനം നൽകിക്കൊണ്ട് ഒരു ദുഃഖവെള്ളിയാഴ്ച കൂടി നമ്മെ കടന്നുപോവുകയാണ്. എന്താണ് ദുഃഖവെള്ളിയുടെ ഏറ്റവും പരമപ്രധാനമായ സന്ദേശം? എന്തിനാണ് ദൈവപുത്രൻ കുരിശിൽ മരിച്ചത്? അഥവാ കുരിശിൽ മരിച്ചതിൻ്റെ പേരിൽ ഈ ലോകത്തിന് എന്ത് പ്രയോജനമുണ്ടായി എന്ന് വിമർശന ബുദ്ധിയാ ചോദിക്കുന്നവരുണ്ട്. അവർക്കെല്ലാമുള്ള ഉത്തരം ഇതാണ്: ദുഃഖിക്കുന്നവരുടെ കൂടെ, സങ്കടപ്പെടുന്നവരുടെ കൂടെ, നിരാശ്രരായവരുടെ കൂടെ, ദരിദ്രരുടെ കൂടെ, രോഗികളുടെ കൂടെ, പാപികളുടെ കൂടെ ദൈവമുണ്ട്. അവരോടൊത്ത് ദൈവവും സഹിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് ദുഃഖവെള്ളിയാഴ്ച നൽകുന്നത്. അതാണ് ഇതിൻ്റെ പരമപ്രധാനമായ സന്ദേശം. നോക്കൂ, നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു രംഗം കാണാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളെയുമായി ഇഞ്ചക്ഷന് വരുന്ന സമയത്ത് അവർ വാവിട്ട് നിലവിളിക്കുന്നത് നമ്മൾ കാണാറില്ലേ? അവരുടെ വേദനയുടെ, അവരുടെ ഭയത്തിൻ്റെ അപാരതയിൽ അവർ കിടന്ന് നിലവിളിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് അവരുടെ അപ്പനോ അമ്മയോ പപ്പയോ മമ്മിയോ കയ്യിൽ പിടിച്ചിട്ട് മോനെ മോളെ ധൈര്യമായിട്ടിരിക്കൂ, ഒരു ഉറുമ്പിൻ്റെ വേദനയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തുമ്പോൾ ആ കുട്ടികൾ ആ ഇഞ്ചക്ഷൻ സ്വീകരിക്കുകയാണ്. മുമ്പുള്ളതിൽ നിന്നും ഈ അപ്പൻ കൈ പിടിച്ചതിൽ നിന്നുള്ള വേദനയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. പക്ഷേ അത് സ്വീകരിക്കുന്ന മനോഭാവത്തിന് വ്യത്യാസം വരുന്നു. ഇതാണ് ഈ ദുഃഖവെള്ളിയുടെ പരമപ്രധാനമായ കാര്യം. ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവപുത്രനായ മിശിഹ സഹിക്കുന്നു, എന്നെപ്പോലെ തന്നെ എൻ്റെ തമ്പുരാനും സഹിക്കുന്നു എന്നുള്ളതാണ് ദുഃഖവെള്ളി നൽകുന്ന പരമപ്രധാനമായ സന്ദേശം. മനുഷ്യൻ്റെ വേദനകളിൽ മനുഷ്യൻ ഒറ്റയ്ക്കല്ല എന്ന അപാരമായ സന്ദേശമാണ് ദുഃഖവെള്ളി തരുന്നത്. ഞാനൊരു കഥ ഓർക്കുന്ന, കാലങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കഥയാണ്. ആ കഥയിൽ ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ, അയാൾ വലിയ ദൈവഭക്തനാണ്. അയാൾ ഒരു ദിവസം ഉറങ്ങാൻ പോകുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. കടൽ തീരത്തിലൂടെ അയാൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നു. 4 കാൽപ്പാദങ്ങൾ കാണുന്നു. അപ്പോൾ ദൈവം തന്നെ പറയുന്നു, ഇത് 2 കാൽപ്പാദങ്ങൾ എൻ്റേതാണ്, 2 നിൻ്റേതാണ്. നമ്മൾ കരം പിടിച്ച് നടക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ വരുന്നു. അയാൾ സങ്കടപ്പെട്ട് ദൈവത്തോട് പരിഭവം പറയുകയാണ്, നോക്കൂ, എൻ്റെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സമയത്ത് അങ്ങ് കൂടെ ഇല്ലല്ലോ. അയാൾ ഒരു സ്വപ്നം കൂടെ കാണുകയാണ്. ആ സ്വപ്നത്തിൽ അയാളുടെ മനോവികാരം ശരിയായി എന്ന് തോന്നുന്ന രീതിയിലാണ് ആ സ്വപ്നം. സ്വപ്നത്തിൽ 2 കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ കടൽ തീരത്തുകൂടെ. അയാൾ വീണ്ടും സങ്കടപ്പെട്ട് പറയുന്നു, ദൈവം തമ്പുരാനെ, എൻ്റെ കഷ്ടപ്പാടുകളിൽ നീ എന്നെ കൈവരിഞ്ഞല്ലോ. അപ്പോഴുള്ള മറുപടി ഇതാണ്: ആ 2 കാൽപാദങ്ങൾ എൻ്റേതാണ്. ഈ സങ്കടങ്ങളിൽ നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത സഹനങ്ങൾ ദൈവം മനുഷ്യന് നൽകുന്നില്ല എന്ന്. നമുക്ക് പലപ്പോഴും ദൈവം കൂടെ ഇല്ല എന്ന ചിന്ത വരുമ്പോഴാണ് നമുക്ക് നിരാശയുണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്. കൂടെ ദൈവമുണ്ടെന്നും എൻ്റെ സഹനങ്ങൾ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഉറപ്പ്, അതിനോളം വലിയൊരു സാന്ത്വനം ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ഉയർപ്പിൻ്റെ അവസാനം, ഈ ദുഃഖവെള്ളി, ആ ശവകുടീരം, അത് ഈ അവസാനമല്ല, അതിലപ്പുറത്തേക്ക് ഒരു പ്രഭാതമുണ്ട് എന്ന സൂചന കൂടെ നൽകുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ്: ഓരോ നിരപരാധിയും മരിക്കുന്നിടത്ത് ദൈവം മരിക്കുന്നു എന്നുള്ള ചിന്ത കൂടി ഈ ദുഃഖവെള്ളിയാഴ്ച തരികയാണ്. നമ്മളതുകൊണ്ട് ഒരു നിരപരാധിയും പീഡിപ്പിച്ചുകൂടാ, ഒരു നിരപരാധിക്കുമെതിരെ നമ്മൾ നിലപാടെടുത്തുകൂടാ. എപ്പോഴും അവരുടെ പക്ഷം ചേരണം എന്നാണ് ഈശോ മിശിഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. സൊമാലിയയിൽ പട്ടിണി പടർന്ന സമയത്ത് ഒരു കുഞ്ഞ് ഒരു പാത്രം കഞ്ഞി കിട്ടാൻ വേണ്ടി 10-14 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ട് ഒരു പാത്രവുമായിട്ട് വരുന്നു. അവസാനം നിർലജ്ജീകരണം അത് ബാധിച്ചിട്ട് ഈ കഞ്ഞി കുടിക്കാൻ പറ്റുന്നതിന് മുമ്പ് ആ കുഞ്ഞ് വീണ് മരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വിലപിക്കുകയാണ്, എവിടെയാണ് ഗോഡ്, വെർ ഈസ് ഗോഡ് എന്ന് വിലപിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിരുന്ന ദൈവവിശ്വാസിയായ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്രേ, മൈ ഗോഡ് ഈസ് ഡൈയിങ് ഹിയർ, എൻ്റെ ദൈവം ഇവിടെ മരിക്കുന്നു. എവിടെയൊക്കെ ലോകത്ത് ഈ തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഈ കുരിശ് വലിയ സാന്ത്വനമാണ്. കുരിശ് രക്ഷയുടെ അടയാളമായിട്ട് ലോകത്തിൽ നിൽക്കുക. അത് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലാണ്, മരുന്ന് കടകളിലാണ്, എവിടെയെല്ലാം ഈ കുരിശ് ഒരു അടയാളമായി നിൽക്കുന്നു. കുരിശ് രക്ഷയാണ്, സഹനം രക്ഷാകരമാണ് എന്നുള്ള വലിയ സന്ദേശം നൽകുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച വേറെ 2 വ്യക്തികളെ കൂടി നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. അത് പത്രോസും യൂദാസുമാണ്. നോക്കൂ, 2 പേരും ഈശോയെ തള്ളിപ്പറഞ്ഞവരാണ്. പത്രോസിനെ 3 പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടും പത്രോസ് തള്ളിപ്പറയുകയാണ്. ഗുരുതരമായ തെറ്റാണ് ചെയ്തത്. പക്ഷേ അയാൾ ദൈവത്തെ നോക്കി, ഈശോയുടെ സ്നേഹത്തെ നോക്കി അയാൾ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു എന്നാണ് പറയുന്നത്. ആ കരഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. യൂദാസ് പക്ഷേ ദൈവത്തിങ്കിലേക്ക്
തെറ്റുകുറ്റങ്ങളുടെ നടുവിൽ ദൈവത്തെങ്കിലേക്ക് മുഖമുയർത്തുക എന്നുകൂടെ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ യൂദാസ് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവം എന്നെ കൈവെടിയും എന്നുള്ള ഒരു ചിന്തയിൽ അയാൾ അങ്ങനെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുസ് വിത്ത് എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ യൂത്തിനോട് പറയുന്നതാണ്, വേറെവർ യു ഗോ ക്രൈസ്റ്റ് വിൽ കം ആഫ്റ്റർ യു. അത് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നതാണ്. മനുഷ്യന്റെ ബലഹീനത നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു ന്യായാധിപനല്ല നമുക്കുള്ളത്, മറിച്ച് നമ്മളെപ്പോലെ സഹിച്ച ഒരുവനാണ്. അതുകൊണ്ട് അവൻ്റെ ന്യായാസനത്തിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം ചെല്ലാം. ഈ ദുഃഖവെള്ളിയാഴ്ച നൽകുന്ന വലിയ സാന്ത്വനങ്ങൾ ഇതെല്ലാമാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ ന്യായാധിപനായ പിലാത്തോസിനെ നോക്കൂ. അയാൾ ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിധി ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു ന്യായാധിപൻ വന്നിട്ട് പറയുകയാണ്, മുമ്പിൽ നിർത്തപ്പെട്ട പ്രതി അല്ലെ ആരോപിക്കപ്പെട്ട പ്രതി നിരപരാധിയാണ്, അയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കഠിനമായ ശിക്ഷ വിധിക്കുന്ന, മരണശിക്ഷ വിധിക്കുന്ന ഒരു ചരിത്രവും ലോകത്തിന് മുമ്പോ പിന്നീടോ ഉണ്ടായിട്ടില്ല. അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണത്. അതേസമയം നമ്മൾ ഓർക്കുക, പാവിനിയായ ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. ആ സമയത്ത് ഈശോ വിധിയാളനായി നിൽക്കുന്നു. ഈശോ പക്ഷേ ആ നിസ്സഹായയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. നമുക്കിതെല്ലാം വലിയ തിരിച്ചറിവുകളാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിൽ കൂടുതൽ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തരും. സഹിക്കുന്നവൻ്റെ കൂടെ, വേദനിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള വലിയ സന്ദേശം. അതാണ് ഈശോ പറയും, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ചെറിയവൻ്റെ കൂടെ നിൽക്കാൻ ആളുകളില്ലാത്ത കാലമാണത്. അതിനുള്ള മനസാക്ഷി നമുക്ക് പാകപ്പെടണമെന്നുകൂടെ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളോട് പറയും. Subscribe now and press the bell icon. Never miss an update.